ഇന്ന് നമ്മളുടെ യാത്ര ഈരാറ്റുപേട്ടയിലേക്കാണ്. അതിന് മുന്നേ ആമിക്കുട്ടി കുറേ ദിവസമായിട്ട് പറയുന്ന അവളുടെ സൈക്കിള് എന്തോ പഞ്ചറായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പാടെ ബ്രദറുണ്ട് വൈറ്റിലയിൽ പുതുപ്പറമ്പിൽ സൈക്കിൾ. അവിടെ അതൊന്ന് ശരിയാക്കാൻ കൊടുത്തിട്ട് പോകാം എന്ന് വിചാരിച്ച്. കാരണം പോകുന്ന വഴിക്ക് തന്നെയാണല്ലോ. പിന്നെ നമ്മൾ നേരെ ഈരാറ്റുപേട്ടയിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പാടെ സിസ്റ്ററിൻ്റെ വീടാണ്. അപ്പം അവധി ആയതുകൊണ്ട് പിള്ളേരെ അവളെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ആമിക്കുട്ടിക്ക് അപ്പോൾ സന്തോഷമാവുമല്ലോ. അതിനിടയ്ക്ക് നമ്മൾ ബ്രദറിൻ്റെ അടുത്ത് പോയി അത് കൊടുത്തു, സൈക്കിൾ ശരിയാക്കി വെച്ചേക്കാന്ന് പറഞ്ഞ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി പോകുമ്പോൾ ഒരു മെയിൻ അംഗം. ഒരു കാലം അവിടെ അപ്പാടെ അടുത്ത്, ഒരു കാലം അമ്മയുടെ അടുത്ത്, രണ്ടുപേരും വേണമെന്ന് പറഞ്ഞ് എപ്പോഴും ഞങ്ങളുടെ സെൻറ്ററിൽ കയറിയിരിക്കുന്ന ഒരു കുരുപ്പാട്ടോ ഇത്. ഇടയ്ക്കിരിക്കാൻ വേണ്ടി അപ്പ എന്തോ ഒരു സീറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് അവിടെ വന്നിരിക്കും, ഇടയ്ക്ക് ബാക്കിൽ പോയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, അപ്പ എൻ്റെയാണ്, അമ്മിക്ക് തരികയില്ല എന്ന് പറഞ്ഞു ഭയങ്കര കുശുമ്പാട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഏത് സമയം അതും പറഞ്ഞ വഴക്കാണ്. എനിക്കൊന്നും നോർമലി എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്തവണ നമ്മൾ വേറെ ഏതൊരു റൂട്ട് കൂടെ പിടിച്ചിട്ടാട്ടോ പോയത്. കാരണം എക്സ്പീരിയൻസ് ആവട്ടെ, പുതിയ വഴികളൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിശപ്പ് എത്തിയിട്ടുണ്ട് ആമിക്കുട്ടി പുറത്തിറങ്ങി അപ്പോൾ വിശപ്പ് വരും. ഞാൻ വിശന്നിരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ എൻ്റെ അടുത്ത് കട്ടക്കലി. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി പാലായിലുള്ള KR ബേക്കറിയിൽ ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി. പിന്നെ അവിടെ പോയി രണ്ടും കൂടെ സെലക്ട് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു ചായ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന്. പിന്നെ അവിടെ ഇരുന്ന് പപ്സോ കട്ട്ലറ്റൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചു. പുള്ളിക്കാരിക്ക് വെളിയിലത്തെ ചായ പറ്റിയല്ല കേട്ടോ. ചായ വീട്ടിൽ നിന്ന് മാത്രമൊക്കെ കുടിക്കത്തുള്ളൂ, വെളിയിലത്തെ ചായക്ക് മധുരം ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ വണ്ടി കയറിയിട്ട് നേരെ ഈരാറ്റുപേട്ടയ്ക്ക്. അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച് അവിടെ പോയി സർപ്രൈസ് കൊടുക്കാൻ നിന്നാൽ പിന്നെ അവർ റെഡി ആയിട്ട് വരാൻ ലേറ്റ് ആകും. പിന്നെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ അവരെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട്, വേഗം റെഡി ആയിട്ട് നിന്നോ, നമുക്ക് തിരിച്ചു പോകാമെന്ന്. ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്ന് അവരെ കൂട്ടിയിട്ട് തിരിച്ച് എറണാകുളത്തിന് വന്ന്. അവിടെ അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. കാരണം അത്യാവശ്യം രാത്രി ആയല്ലോ, പിള്ളേരെയും കൊണ്ട് വരണമല്ലോ. അങ്ങനെ നമ്മൾ ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് എറണാകുളത്തി നേരെ വീട്ടിലേക്ക് പോയി.